കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന് അട്ടിമറി വിജയം ഉണ്ടാകുമെന്നും ജനങ്ങൾ യുഡിഎഫിന് അനുകൂലമായി വിധിയെഴുതുവാൻ തയ്യാറെടുത്തിരിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. യുഡിഎഫ് പത്തിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ യുഡിഎഫ് സ്ഥാനാർത്ഥി എം ലിജുവിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കോൺഗ്രസിന് അട്ടിമറി വിജയമുണ്ടാകുമെന്നും കേരളത്തിലെ ജനങ്ങൾ യുഡിഎഫിന് അനുകൂലമായി വിധി എഴുതാൻ തയ്യാറെടുത്തിരിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. യുഡിഎഫ് പത്തിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം ലിജുവിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? തൊഴിലില്ലായ്മ കൊണ്ട് ചെറുപ്പക്കാർ നാടുവിടുന്നു, വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ കഷ്ടപ്പെടുന്നു. ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ 4 ഹോട്ടലിൽ പോയി, 4 ഹോട്ടലിലും ഭക്ഷണം കാരണം ഗ്യാസ് കിട്ടാനില്ല. ഗ്യാസ് കിട്ടാത്തത് യുദ്ധം കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു ഹോട്ടലിൽ ചെന്നപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾ കരിഞ്ചന്തയിലാണ് ഇത് വാങ്ങിയതെന്ന് പറഞ്ഞു. കരിഞ്ചന്തയിൽ 4 ഇരട്ടി വില കൊടുത്തുകൊണ്ട് ഗ്യാസ് കുറ്റി വാങ്ങിച്ച് ഭക്ഷണം പാകം ചെയ്യേണ്ട അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ പലയിടത്തും. ചില ഹോട്ടലുകൾ അടച്ചിട്ടിരിക്കുന്നു. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ പരിഹരിക്കേണ്ടത് ഗവൺമെന്റ് ചുമതലയല്ലേ, ഗവൺമെന്റ് ഉത്തരവാദിത്വമല്ലേ? ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. തൊഴിൽ തേടി കേരളത്തിലെ ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ്. അമേരിക്കയിലേക്ക്, യൂറോപ്പിലേക്ക്, കാനഡയിലേക്ക്, അയർലൻഡിലേക്ക്, ജർമ്മനിയിലേക്ക് നമ്മുടെ കുട്ടികൾ പലായനം ചെയ്യുന്നു. കേരളം ഏതാണ്ട് ഇപ്പൊ ഒരു വൃദ്ധസദനം എന്ന് നമുക്ക് വിളിക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് 2036 ആകുമ്പോൾ കേരളത്തിൽ 30% ആളുകൾ 50 വയസ്സിൽ താഴെയുള്ളവരാകും. അപ്പോൾ ഈ നാടിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടി ഒന്നും ചെയ്യാത്തൊരു ഗവൺമെന്റ് എന്തിനാണ് തുടർഭരണത്തിന് ആഗ്രഹിക്കുന്നത്? എന്തിനു വേണ്ടി തുടർഭരണം ഉണ്ടാകണം? 10 വർഷം കിട്ടിയിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനിയും നിങ്ങൾ വീണ്ടും ഒരു അവസരം കൂടി ചോദിക്കുന്നത് ഈ നാടിനെ തകർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ്. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമായിരുന്നു നമ്മുടെ പുരോഗതി. ഇത് വിദ്യാഭ്യാസ രംഗം തകർന്നിരിക്കുന്നു. യൂണിവേഴ്സിറ്റികൾ VC-മാരില്ല, രജിസ്ട്രാർമാരില്ല, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഇല്ല, കോളേജ് യൂണിവേഴ്സിറ്റികളിൽ പഠനം നടക്കുന്നില്ല. യൂണിവേഴ്സിറ്റികളിൽ കുട്ടികൾക്ക് പരീക്ഷ പോലും സമയത്ത് നടത്താൻ കഴിയാത്ത അവസ്ഥ. ആരോഗ്യരംഗം അതിനേക്കാൾ തകർച്ചയിലാണ്. സർക്കാർ ആശുപത്രിയിൽ ഓപ്പറേഷൻ ഇപ്പം ആരും പോകാറില്ല. ഓപ്പറേഷൻ ആരെങ്കിലും പോയാൽ വയറ്റിനകത്തൊരു കത്രിക കൂടെ കുത്തിക്കെട്ടി നമ്മളെ പറഞ്ഞു വിടും. സർക്കാർ ആശുപത്രിയിൽ പോകുന്ന ആളുകൾ നടന്നു പോകുന്നവൻ തിരിച്ച് മൂക്കിൽ പഞ്ഞി വെച്ച് തിരിച്ചു കൊണ്ടുവരേണ്ട അവസ്ഥ. യോഗത്തിൽ യുഡിഎഫ് പത്തിയൂർ പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ബിജു പത്തിയൂർ അധ്യക്ഷനായി. ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിശാഖ് പത്തിയൂർ സ്വാഗതം പറഞ്ഞു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ബാബുപ്രസാദ്, KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ഇ സമീർ, അഡ്വക്കേറ്റ് സൈമൺ അലക്സ്, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് A ത്രിവിക്രമൻ തമ്പി, UDF ജില്ലാ ചെയർമാൻ CK ഷാജി മോഹൻ, UDF കൺവീനർ അഡ്വക്കേറ്റ് B രാജശേഖരൻ, KPCC അംഗം വേലഞ്ചിറ സുകുമാരൻ, മറ്റ് നേതാക്കളായ T സൈൻലാബ്ദീൻ, അഡ്വക്കേറ്റ് ശ്രീജിത്ത് പത്തിയൂർ, CA സാദിഖ്, ബിനു തച്ചടി, ഡോക്ടർ MP പ്രവീൺ, MG മോഹൻകുമാർ, കരിലക്കുളങ്ങര രാജേന്ദ്രകുമാർ, ബിന്നി പത്തിയൂർ, PC രഞ്ജി, ശ്രീജിത്ത് ഏവൂർ, ദീപക് ഇരുവ, ആദർശ് മഠത്തിൽ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.